ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ധാരണ. ഇതിന് എക്സാക്റ്റ് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് പേഴ്സൺ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ആശ്രയിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂസ് കൊളീഗ്സിനോട് പറയുന്നു. സോ ഇങ്ങനെ ഒരു സ്പ്രെഡിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇറ്റ്സ് മീ നിതിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ടെക്കർ. ഒരു സ്മോൾ ബ്രാൻഡ്, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല. സോ ഒരു ഷോർട്ട് ടേമിന് ചെയ്ത് അതിന്നൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അവരുടെ മനസ്സിൽ വരിക. സോ ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു റിസൾട്ട്, പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതല്ല. സോ ഒരു ലോങ് ടേം ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഇൻക്രീസ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ മോട്ടീവ്. സോ പൊതുവേ ഒരു ധാരണയുണ്ട്, ഈ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസിലൊന്നും ഒരു കാര്യമില്ല, ഒരു റിസൾട്ട് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളുണ്ട്. ഈ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഓഡിയൻസ് നാളെ നമ്മുടെ കസ്റ്റമർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണൽ സിസ്റ്റമാണ് ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സോ ഏതൊരു ബിസിനസ് ആയാലും ഡിജിറ്റലി കൺവേർഷൻ, ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ സൊസൈറ്റിയിൽ എത്തിക്കഴിഞ്ഞു. സോ ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി, ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യുന്നതിലൂടെ ബ്രാൻഡിന് കൈവരിക്കുന്നത്. സോ ഒരു ബിഗ് മാർക്കറ്റ് തന്നെ ഇവിടെ ഓപ്പൺ ആകും എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാക്സിമം ആളുകളിലേക്ക്, നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരാണോ അവരിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കുക എന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത്. സോ നമ്മുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റിലേക്ക് നമ്മുടെ ബ്രാൻഡ് എത്തുമ്പോൾ മാത്രമേ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. സോ ഇത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് വൺ ടൈം ഒരു 1 month ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ട് ഒരു യൂസും ഇല്ല. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്യക്തി നമ്മുടെ പരസ്യം കാണുമ്പോൾ മാത്രമേ ആ ബ്രാൻഡ് അവരുടെ മനസ്സിൽ പതിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ TV ആഡൊക്കെ നമ്മൾ കാണുന്നതാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആഡ് ഒരു 1 week കാണാതെ ഇരുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ആ ബ്രാൻഡ് പൊട്ടിപ്പോയി, മേ ബി അത് ക്ലോസ് ആയിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചു പോകും. സോ ഇത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്കും കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ബെറ്റർ റിസൾട്ട്, ഒരു ബെറ്റർ ROI ഉണ്ടാവുള്ളൂ. സോ ഒരു ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒരു ലോങ് ടേം ഗോളായിട്ടായിരിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ എടുക്കേണ്ടത്. സോ തുടക്കമൊന്നും നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, ബട്ട് ഇവൻച്വലി റിസൾട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ലീഡ്സ് ആയാലും ഒരു ആഡ് പോസ്റ്റ് ചെയ്തതും ലീഡ് പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. എത്ര സ്പ്രെഡ് ആവണം, എത്ര റീച്ച് ക്രിയേറ്റ് ചെയ്യണം, എത്ര ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഇത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തതിൽ പ്രോബ്ലം ഉണ്ടാവാം. സോ അങ്ങനെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് മേ ബി ആഡിൽ വരാം. സോ ബിഗിനറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവാം. ഒന്നും അറിയാതെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് കടന്നു വന്ന് അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് സോ അവിടെ നിന്ന് ഫെയിലായവരായിരിക്കും മാക്സിമം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ നെഗറ്റീവ് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞ് നടക്കുന്നവർ. ഇത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിന് ശരിയായ ഒരു റിട്ടേൺ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നത് തന്നെയായിരിക്കും അവരും പറഞ്ഞിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ട്സിനായാലും സജസ്റ്റ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ട, എൻ്റെ കാശ് പോയി, മേ ബി നിൻ്റെയും കാശ് പോകാൻ ചാൻസ് ഉണ്ട്, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് നോളേജ് ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിന് നമുക്ക് അതിന് മാത്രം ഒരു ബെറ്റർ റിസൾട്ട്, ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ,
ഇതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് ഒരു ഫേസ്ബുക്ക് ആഡിൻ്റെ കേസ് എടുത്താൽ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് ചെയ്യാം, കൺവേർഷൻ ക്യാമ്പയിൻസ് ചെയ്യാം. സോ ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ്, ലീഡ് ജനറേഷൻ, മെസ്സേജ്, അങ്ങനെ ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാം. സോ ഇത് ഫസ്റ്റ് സ്റ്റേജാണ്. ഏത് ക്യാമ്പയിൻ, ഏത് ടൈപ്പാണ് ചൂസ് ചെയ്യേണ്ടത് എന്നത് ഒരു ഫസ്റ്റ് സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനെ തിരിച്ചറിയുക, ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക എന്നതാണ്. സോ ഓഡിയൻസിനെ സെലക്ട് ചെയ്യാൻ അവരുടെ ഏജ്, ജെൻഡർ, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഡെമോഗ്രഫി, സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓഡിയൻസിനെ സെർച്ച് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ, ഈ സെക്കൻഡ് സ്റ്റേജിൽ ഒരു പ്രോബ്ലമാണ് വരുന്നത്. ഇപ്പോൾ എക്സാക്റ്റ് ഓഡിയൻസിനെ ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റാതെയാവുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിച്ച ആ ഒരു എമൗണ്ട് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഒരു ലേഡീസ് വെയർ ആണ്, ഒരു ലേഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ സെല് ചെയ്യുന്നത്. എൻ്റെ ക്ലയൻസ് വുമൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 25 or 24 to 50 ഏജസിലുള്ള വുമൻസ് ആയിരിക്കും എൻ്റെ ഓഡിയൻസ്. സോ ഇവർക്ക് കാണേണ്ട പ്രൊഡക്റ്റ് ആയിരിക്കും, ഇവർ കണ്ടാൽ മാത്രമേ എനിക്ക് യൂസ് ഉള്ളൂ, എൻ്റെ പ്രൊഡക്റ്റ് സെല്ലാവുള്ളൂ. ബട്ട് എൻ്റെ ആഡ് കാണുന്നത് മെൻസാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടാവുമോ? സോ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഇവിടെ ലോസ് ആവുകയാണ്. സോ നമുക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല. വുമൻസ് കാണേണ്ട അവിടെ മെൻസ് കാണുന്നു. സോ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലാവുന്നില്ല. നമ്മൾ ഓഡിയൻസിനെ ചൂസ് ചെയ്യേണ്ട സ്റ്റേജിൽ നമുക്ക് ശരിയായ ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇടുന്ന എമൗണ്ട് നമുക്ക് നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ തേർഡ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ആഡിലെ പ്രോബ്ലം. സോ ടെക്നിക്കൽ ഇഷ്യൂസ്, ആഡ് ഡിസൈനിൽ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ആഡിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്യുന്നത് ആഡിൻ്റെ ഡിസൈൻസിലൊക്കെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു ബേസിക് കോൺസെപ്റ്റ്, ബേസിക് നോളേജ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ നിതിൻ ആൻഡ് യു ആർ വാച്ചിങ് ടെക്കർ.